Hi, welcome to Analysis by NRD. Today we will discuss about the topic Ignou MA Psychology, Personality Theories and Assessment, Block 1, Unit 3, Assessment of Personality. So നമുക്ക് എന്താണ് അസസ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ളത് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നീഡ്സ് ആൻഡ് എയിംസ് ഓഫ് അസസ്മെൻറ്റ്, അതുപോലെ മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്, ഏതൊക്കെ ഇൻ്റർവ്യൂസ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്, അതുപോലെ അസോസിയേഷൻ ടെക്നിക്സും. പിന്നെ ഇങ്ക്ബ്ലോ ടെക്നിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ടെക്നിക്ക്, കംപ്ലീഷൻ ടെക്നിക്ക്, എക്സ്പ്രസീവ് ടെക്നിക്സ്, ദ റോഷാക്ക് ഇങ്ക്ബ്ലോ ടെക്നിക്ക്, ദ ഹോൾസ്മാൻ ഇങ്ക്ബ്ലോ ടെസ്റ്റ്, അതുപോലെ ദ DAT, ദ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ലിമിറ്റേഷൻ ഓഫ് ദ പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ഓക്കെ, പിന്നെ ബിഹേവിയറൽ അസസ്മെൻറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ലിമിറ്റേഷൻ ഓഫ് ബിഹേവിയറൽ അസസ്മെൻറ്റ്, അതുപോലെ പേഴ്സണാലിറ്റി ഇൻവെൻട്രീസ് പഠിക്കുന്നത്, the MMPI2, ലിമിറ്റേഷൻ ഓഫ് പേഴ്സണാലിറ്റി ഇൻവെൻട്രീസ്. സോ അത്രയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേഴ്സണാലിറ്റി അസസ്മെന്റ് റെഫർ ചെയ്യുന്നത് എസ്റ്റിമേഷൻ ഓഫ് വൺസ് പേഴ്സണാലിറ്റി മേക്കപ്പ്, ദാറ്റ് ഈസ് ദ പേഴ്സൺസ് ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ പാറ്റേൺസ് ആൻഡ് salient and stable characteristics, as there are different theoretical account of personality, and the question is how do people find out what kind of personality they have. The method of estimating or measuring or assessing personality vary according to the theory of personality used to develop those methods. നമ്മുടെ ഏത് രീതിയിലുള്ള പേഴ്സണാലിറ്റിയാണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? സോ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? സോ നമ്മൾ പേഴ്സണാലിറ്റി അസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഹൗവർ മോസ്റ്റ് ഓഫ് ദ സൈക്കോളജിക്കൽ പ്രൊഫഷണൽസ് ഡൂയിങ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ഡു നോട്ട് നെസസറിലി tie themselves to one theoretical viewpoint only. Rather, they prefer to take eclectic view of personality. The eclectic view is a way of choosing the parts of different theories that seems to best fit a particular situation, rather than using only me theory to explain a phenomenon. അതായത് ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ പ്രൊഫഷണൽസും പേഴ്സണാലിറ്റീനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിയറട്ടിക്കൽ വ്യൂ പോയിന്റ്സ് അവർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. സോ റാദർ ദേ പ്രിഫർ ടു ടേക്ക് ആൻ ഇലക്ട്രിക് വ്യൂ ഓഫ് പേഴ്സണാലിറ്റി. ഒരു തിയറി മാത്രം യൂസ് ചെയ്ത് ഒരുപാട് തിയറീസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പേഴ്സണാലിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇൻ ഫാക്ട്, ലുക്കിംഗ് അറ്റ് ബിഹേവിയർ ഫ്രം ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ക്യാൻ ഓഫൺ ബ്രിങ് ഇൻസൈറ്റ്സ് ഇൻ ടു എ പേഴ്സൺസ് ബിഹേവിയർ ദാറ്റ് വുഡ് നോട്ട് ഈസിലി കം ഫ്രം ടേക്കിംഗ് ഓൺലി വൺ പേഴ്സ്പെക്റ്റീവ്. സോ ഒരു പേഴ്സൻ്റെ ബിഹേവിയർ നമ്മൾ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സിലൂടെ നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ പിക്ചർ കിട്ടാം. അല്ലാതെ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എക്സാക്ട് വ്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. Therefore, many of the professionals doing personality assessment use different perspectives and also take on different techniques for its assessment. So ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സും അതുപോലെ ഡിഫറെൻറ്റ് ടെക്നിക്സും എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു മെത്തേഡ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ഹിയർ ദാറ്റ് പേഴ്സണാലിറ്റി അസസ്മെന്റ് മേ ആൾസോ ഡിഫർ വിത്ത് റെസ്പെക്ട് ടു ദ പേർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഇസ് ഡൺ. ഓരോ വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്താണ് അസസ് ചെയ്തെടുക്കേണ്ടത്, അവരുടെ പേഴ്സണാലിറ്റിയിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് ഓരോന്നിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പർപ്പസ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ നമുക്ക് ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ ചെയ്യാം. ഇൻവെൻട്രീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പേഴ്സണെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇഫ് ദ പേഴ്സൺ ഈസ് ടു ക്ലാസിഫൈ പേഴ്സൺസ് ആസ് പെർ ദ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആസ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ദ ടെസ്റ്റസ് മേ ബി യൂസ്ഫുൾ. സോ നമുക്ക് അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സുകളെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അവരുടെ പേഴ്സണാലിറ്റിയിലെ ട്രേറ്റ്സിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ടെസ്റ്റസ് ആണ് അവിടെ എന്ത് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് മാറാം. ഫൈനലി, ഇഫ് ദ പേർപ്പസ് ഈസ് ഡയഗ്നോസ്റ്റിക്, അതായത് നമുക്ക് ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് എൻ്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മാത്രം അല്ലെങ്കിൽ കൗൺസിലേഴ്സിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ചില ടെക്നിക്സുകളുണ്ട്. സോ എൻ്റെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ടെസ്റ്റസ് ആണ് ഈ ഒരു സമയത്ത് യൂസ് ചെയ്യുക. ഓക്കെ, ദർ ആർ സെവറൽ ടെസ്റ്റസ് ഇൻവെൻട്രീസ് വിച്ച് ആർ അവൈലബിൾ ഫോർ ദ അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. ബ്രോഡ്ലി ദീസ് ക്യാൻ ബി ഗ്രാസ്പ്ഡ് ഇൻ ടു വൺ ഓഫ് ദ ത്രീ കാറ്റഗറീസ്. പേഴ്സണാലിറ്റി അസസ്മെന്റിന് വേണ്ടി ഒരുപാട് ടെസ്റ്റുകളും അതുപോലെ ഇൻവെൻട്രീസും ഒക്കെ എന്ത് അവൈലബിൾ ആണ്. സോ ബ്രോഡ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ക്യാൻ ബി ഗ്രാസ്പ്ഡ് ഇൻ ടു വൺ ഓഫ് ദ ത്രീ കാറ്റഗറീസ്. പ്രധാനമായിട്ടും 3 കാറ്റഗറിയിലാണ് ഇതുള്ളത്. ദീസ് ആർ ദ സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് ആൻഡ് പ്രൊജക്റ്റീവ് മെത്തേഡ്സ്. 3 രീതിയിലാണുള്ളത്. സബ്ജക്റ്റീവ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, പ്രൊജക്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്. സബ്ജക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് അസസ്മെന്റ് ഓഫ് വൺസ് പേഴ്സണാലിറ്റി ടേക്കിംഗ് ഹിസ് ഓർ ഹെർ വർക്ക് ഇൻ ടു അക്കൗണ്ട്. എക്സാമ്പിൾ, വാട്ട് ഹി ഓർ ഷീ ഹാഡ് ഡൺ ത്രൂ ഔട്ട് ഹിസ് ഓർ ഹെർ ലൈഫ്. ഒരു വ്യക്തിയുടെ ത്രൂ ഔട്ട് ലൈഫിൽ അവരെന്താണോ പ്രവർത്തിച്ചിട്ടുള്ളത്, അവരെന്താണോ ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സബ്ജക്റ്റീവ് അപ്രോച്ചിലൂടെ അവർ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നത്. ഓക്കെ, അവരുടെ ലൈഫിൽ ത്രൂ ഔട്ട് അവർ എന്താ ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നത് സബ്ജക്റ്റീവ് അപ്രോച്ചിലൂടെ. ഓക്കെ, ഇറ്റ് മേ ആൾസോ കൺസിഡർ ഹിസ് ഓർ ഹെർ ഓട്ടോബയോഗ്രഫിക്കൽ അക്കൗണ്ട്സ് ആൻഡ് ബയോഗ്രഫീസ്. സോ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള അക്കൗണ്ട്സിലൂടെ അല്ലെങ്കിൽ ബയോഗ്രഫീസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ദർ ഈസ് എ മേജർ ലിമിറ്റേഷൻ ഓഫ് ഇറ്റ് ദാറ്റ് ദർ ആർ പോസിബിലിറ്റീസ് ദാറ്റ് ദ പേഴ്സൺ മേ എക്സാജറേറ്റ് ഹിസ് ഓർ ഹെർ സ്ട്രെങ്ത്സ് ആൻഡ് മേ മിനിമൈസ് ദ അക്കൗണ്ട് ഓഫ് ഹിസ് ഓർ ഹെർ ലിമിറ്റേഷൻസ് ആൻഡ് ദർഫോർ വി മേ ബി ഡിവോയ്ഡ് ഓഫ് ദ ട്രൂ പിക്ചർ ഓഫ് പേഴ്സണാലിറ്റി. ഇതിനകത്ത് ചിലപ്പോൾ വളരെ എക്സാക്റ്റ് ആയിട്ടുള്ള പിക്ചർ കിട്ടിക്കൊള്ളണമെന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടില്ലെങ്കിൽ ബയോഗ്രഫീസിലെല്ലാം അവരെന്ത് ചെയ്യും,
അവരുടെ ഇല്ലാത്ത കഴിവുകൾ അവർ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ ഉള്ള കഴിവുകൾ തന്നെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും. അവരുടെ ലിമിറ്റേഷൻസും എല്ലാം അവരെന്ത് ചെയ്യും, ഹൈഡ് ചെയ്ത് വെക്കും. അവരുടെ ട്രൂ പിക്ചർ ഓഫ് പേഴ്സണാലിറ്റി കിട്ടുന്നതിൽ നമുക്ക് ബ്ലോക്കേജ് ആയിട്ട് മാറും. ഇൻ പേഴ്സണാലിറ്റി അസസ്മെന്റ് ദ എഫേർട്ട് ഈസ് ടു മേക്ക് ദ അസസ്മെന്റ് ഫ്രീ ഫ്രം ബയാസ് ഓഫ് എനി സോർട്ട്, ബോത്ത് ഫ്രം ദ സബ്ജക്ട് ഓർ പാർട്ടിസിപ്പന്റ് whose personality is to be assessed and from that of the assessor. It is present that there are so many such tests inventories whereby we can assess personality of a person objectively, and these are the important tools for the purposes. ഒരുപാട് ടെസ്റ്റുകളും അല്ലെങ്കിൽ ഇൻവെൻറ്ററീസും ഉണ്ട്. വി ക്യാൻ ആസസ് നമുക്ക് പേഴ്സണാലിറ്റി അസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ് എ പേഴ്സൺ ഒബ്ജക്റ്റീവ്ലി. നമുക്ക് ഒബ്ജക്റ്റീവ്ലി എന്ത് ചെയ്യാം, ഒരു പേഴ്സൻ്റെ പേഴ്സണാലിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഫോർ ദ പർപ്പസ്. സോ ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ആണ് ഇതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള. While some tests assess the surface characteristics, other uncover the underlying aspect of personality. ചില ടെസ്റ്റുകൾ നമുക്ക് അസസ് ചെയ്ത് തരിക സർഫസ് കാരക്ടറിസ്റ്റിക്സ് ആണ്, ഒരു പേഴ്സണാലിറ്റിയുടെ സർഫസ് കാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് കാണിച്ചു തരിക ചില ടെസ്റ്റുകൾ. ചിലത് അൺകവർ ചെയ്ത് തരിക അണ്ടർലൈങ് ആസ്പെക്ട് ഓഫ് ദി പേഴ്സണാലിറ്റി. ചില അണ്ടർലൈങ് ആസ്പെക്ട് നമുക്ക് എന്ത് ചെയ്യും, പേഴ്സണാലിറ്റിയുടെ കാണിച്ചു തരും ചില ടെസ്റ്റുകൾ. Among the major procedures that are in use currently, the important ones are those based on content relevance, empirical criterion keying, factor analysis and personality theory. മേജറായിട്ടുള്ള പ്രൊസീജിയർ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ്, കണ്ടന്റ് റെലവൻസ്, അതുപോലെ എംപിരിക്കൽ ക്രൈറ്റീരിയൻ കീയിങ്, അതുപോലെ ഫാക്ടർ അനാലിസിസും, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി തിയറീസും ആണ് എന്ത് ചെയ്യുന്നത്, പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, മേജർ പ്രൊസീജിയറായിട്ട് ഉപയോഗിക്കുന്നത്. പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് മേ ഡിഫർ ഇൻ ദ പർപ്പസ് ഫോർ വിച്ച് ദേ ആർ കണ്ടക്റ്റഡ്. പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡയഗ്നോസിസ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ബൈ ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് ആൻഡ് അതർ സൈക്കോളജിക്കൽ പ്രൊഫഷണൽസ്. പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡയഗ്നോസിസ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ബൈ ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളും അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സൈക്കാട്രിസ്റ്റുകളും അതുപോലെ തന്നെ അതർ സൈക്കോളജിക്കൽ പ്രൊഫഷണൽസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു യൂണിറ്റിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അതുപോലെ എക്സ്പ്ലെയിൻ ദ പ്രോമിനൻറ്റ് ഫീച്ചർ ഓഫ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്, അതുപോലെ എക്സ്പ്ലെയിൻ ദ എയിംസ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് മെത്തേഡ് യൂസ്ഡ് ഇൻ ദ അസസ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്, എക്സ്പ്ലെയിൻ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഇൻ ഡീറ്റെയിൽ ആൻഡ് എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ് ടെക്നിക്സ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നീഡ്സ് ആൻഡ് എയിംസ് ഓഫ് അസസ്മെൻറ്റ് എന്ന് നോക്കാം. ടെസ്റ്റിംഗ് ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് വിത്ത് ഈച്ച് ഗ്രോയിങ് ഏരിയ ഓഫ് സൈക്കോളജി. ട്രഡീഷണലി ടെസ്റ്റേഴ്സ് വെർ എംപ്ലോയിഡ് ഓൺലി ടു മെഷർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഓർ ഇൻട്രാ ഇൻഡിവിജ്വൽ റിയാക്ഷൻ അണ്ടർ ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസസ്. സോ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അതായത് സൈക്കോളജി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ്. പരമ്പരാഗതമായി ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ മനസ്സിലാക്കാനും ഇൻഡിവിജ്വൽ റിയാക്ഷൻസ് ഒക്കെ, അതായത് ഓരോ വ്യക്തികളുടെയും ഇടയിലുള്ള ഇൻ്ററാക്ഷൻസും അതുപോലെ സർക്കംസ്റ്റൻസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പരമ്പരാഗതമായിട്ടൊക്കെ ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിരുന്നത്. എങ്കിൽ ദ നാച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, their possessed psychological traits, differences among various group etc. are becoming some of the major components demanding assessment as an aid of measurement. അതായത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഡിഫറൻസസും ഇതെല്ലാം എക്സ്റ്റെൻഡ് ആകുന്നതിനനുസരിച്ച് തന്നെ സൈക്കോളജിക്കൽ ട്രേറ്റ്സും എല്ലാം എക്സ്റ്റെൻഡ് ആകുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിഫറൻസസും അതിൻ്റെ വേരിയസ് ഗ്രൂപ്പ്സും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കോമ്പണൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അസസ്മെൻറ്റിന് പഠിക്കാൻ വേണ്ടി. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഒരു പേഴ്സണാലിറ്റിയുടെ അസസ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം എന്ത് ചെയ്യുകയാണ്, നിർബന്ധിതരാക്കുകയാണ്. സോ ഒരുപാട് സൈക്കോളജിക്കൽ ട്രേറ്റ്സ് ഉണ്ട്, അതുപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, അതിൻ്റെ നാച്ചർ എല്ലാം ഒരുപാട് ഡിഫറെൻ്റ് ആണ്. സോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് ഈസ് ആൻ എസെൻഷ്യൽ പ്രീ റിക്വിസൈറ്റ് ഫോർ ഐഡൻറ്റിഫൈങ് ദ വേരിയസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. സോ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റി കോൺസ്റ്റിറ്റ്യൂവൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു എസെൻഷ്യൽ ഫാക്ടർ തന്നെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ടെസ്റ്റിംഗ് ഇൻ പേഴ്സണാലിറ്റി പ്രൊവൈഡ്സ് മെഷേഴ്സ് ഓഫ് ഇമോഷണൽ ആൻഡ് മോട്ടിവേഷണൽ ട്രേറ്റ്സ് ഓഫ് പേഴ്സണാലിറ്റി. സോ ടെസ്റ്റിംഗ് ഇൻ പേഴ്സണാലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മെഷേഴ്സ് ഓഫ് ഇമോഷണൽ ആൻഡ് മോട്ടിവേഷണൽ ട്രേറ്റ്സ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റിയുടെ മോട്ടിവേഷണൽ ട്രേറ്റും അതുപോലെ ഇമോഷണൽ ട്രേറ്റ്സും എല്ലാം മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ടെസ്റ്റിംഗ് ഓഫ് പേഴ്സണാലിറ്റി കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം. സോ നമുക്കിനി മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റസ് ആൻഡ് ടെക്നിക്സ് മെഷറിംഗ് പേഴ്സണാലിറ്റി ഇൻക്ലൂഡ് ഇൻ്റർവ്യൂസ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, അസോസിയേഷൻ ടെക്നിക്സ് ആൻഡ് എക്സ്പ്രസീവ് ടെക്നിക്സ്. സോ മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ഇൻ്റർവ്യൂസ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, അസോസിയേഷൻ ടെക്നിക്സ്, എക്സ്പ്രസീവ് ടെക്നിക്സ്. ഒന്നാമതാണ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. സോ ഇൻ്റർവ്യൂസ് എന്താണെന്ന് നോക്കാം. Interview is a method of personality assessment in which the interviewee has to answer the question asked by the professional in a structured or unstructured fashion. Some therapists note down the answers of the interviewee in a survey process. This type of interview is unstructured in manner and moves naturally.
ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തഡാണ്. ഇന്റർവ്യൂവിൽ എന്ത് ചെയ്യും, പ്രൊഫഷണൽസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഇന്റർവ്യൂ എന്ത് ചെയ്യും, ആൻസർ ചെയ്യും. ഇത് ചിലപ്പോൾ സ്ട്രക്ചർ ആയിട്ടോ അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് മാനറിലാണ് നമ്മൾ ചോദിക്കുക. സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പ്രിപ്പയർഡ് ആവാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അൺസ്ട്രക്ചേർഡ് മാനറിൽ ഉണ്ടാവുക. ചില തെറാപ്പിസ്റ്റുകൾ എന്താ ചെയ്യുക, സം തെറാപ്പിസ്റ്റ് നോട്ട് ഡൗൺ ദ ആൻസേഴ്സ് ഓഫ് ദ ഇന്റർവ്യൂ ഇൻ എ സർവേ പ്രോസസ്. ചില തെറാപ്പിസ്റ്റുകൾ എന്താ ചെയ്യുക, സർവേ പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുക, ഇന്റർവ്യൂവിന് ആൻസേഴ്സ് എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യാം. സോ അവരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യിപ്പിക്കും, അത് എഴുതിപ്പിക്കും. ഈ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് മാനറിലുള്ള ഇന്റർവ്യൂ ആണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ലിമിറ്റേഷൻസ് ഓഫ് ഇന്റർവ്യൂ എന്തൊക്കെയാണെന്ന് നോക്കാം. Interview by the psychologist demands the report of innermost feeling, concerns and urges on the part of client. സോ ക്ലയൻറ്റിൽ നിന്നും നമുക്ക് എന്താ വേണ്ടത്, സൈക്കോളജിസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് റിപ്പോർട്ട് ഓഫ് ഇന്നർമോസ്റ്റ് ഫീലിംഗ് ആണ്. ആ ഒരു ക്ലയൻറ്റിൻ്റെ ഇന്നർമോസ്റ്റ് ഫീലിങ്ങിനെ കുറിച്ചും കൺസേൺസിനെ കുറിച്ചും ഏർഗ്സിനെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു സൈക്കോളജിസ്റ്റിന് അറിയേണ്ടത്. ദിസ് ഈസ് സംതിങ് ദാറ്റ് ക്യാൻ ബി നോൺ ഡയറക്ട്ലി ബൈ ദ ക്ലയൻറ്റ് ഓർ ഇന്റർവ്യൂ ആൻഡ് ദസ് ദ പ്രോബ്ലംസ് എൻകേർഡ് വിത്ത് സെൽഫ് റിപ്പോർട്ട് ഡാറ്റ ലൈക്ക് സർവേ ആർ ഫേസ്ഡ് വിത്ത് ഇന്റർവ്യൂയിങ് ആൾസോ. സോ സോഷ്യൽ ഡിസൈറബിലിറ്റി ഉള്ളത് കാരണം ക്ലയൻറ്റ്സ് എന്ത് ചെയ്യും, ഇൻഫോം ചെയ്യില്ല. ചിലപ്പോൾ അവരെന്ത് ചെയ്യും, കള്ളം പറയും. സോ ആക്ച്വൽ ഫാക്ട്സ് എന്താണെന്നുള്ളത്, അതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് അവരെന്ത് ചെയ്യും, ഹൈഡ് ചെയ്യും. സോ ട്രൂ ഇൻഫർമേഷൻസ് കിട്ടുന്നതിൽ നിന്നും എന്ത് ചെയ്യും, അതിനെ തടസ്സപ്പെടുത്തും. ആൾസോ ബയാസസ് ക്യാൻ ഒക്കർ ഓൺ ദ പാർട്ട് ഓഫ് ദ ഇന്റർവ്യൂവർ ആസ് ദിയർ പേഴ്സണൽ ബിലീഫ് സിസ്റ്റം ഓർ പ്രീജുഡൈസസ് മേ പുട്ട് ഒബ്സ്റ്റാക്കിൾസ് ഇൻ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ ഇന്റർവ്യൂ. ചില പേഴ്സണൽ ബിലീഫ്സുകൾ അല്ലെങ്കിൽ പ്രിജുഡൈസ് ഒക്കെ എന്ത് ചെയ്യും, ഒബ്സ്റ്റാക്കിൾസ് ക്രിയേറ്റ് ചെയ്യും, ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ ഉണ്ടാക്കും. ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ ഇന്റർവ്യൂവിൽ കൊടുത്തുള്ള ഇൻഫർമേഷൻസിനകത്ത്. ഹാലോ എഫക്റ്റ് ഈസ് അതർ പ്രോബ്ലം വിത്ത് ഇന്റർവ്യൂ. ഹാലോ എഫക്റ്റും ഇതിനകത്തുള്ള ഒരു പ്രോബ്ലമാണ്. ഹാലോ എഫക്റ്റ് ഈസ് എ ടെൻഡൻസി ടു ഫോം എ ഫേവറബിൾ ഓർ അൺഫേവറബിൾ ഇംപ്രഷൻ ഓഫ് സം വൺ അറ്റ് ദ ഫസ്റ്റ് മീറ്റിംഗ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ഓൾ ദ കമൻറ്റ്സ് ആൻഡ് ബിഹേവിയർ ഓഫ് ദ പേഴ്സൺ ആർ ഇൻ്റർപ്രിറ്റഡ് ഇൻ അഗ്രിമെൻറ്റ് വിത്ത് ദ ഇംപ്രഷൻ. ആദ്യത്തെ കണ്ടുമുട്ടലുകളിൽ ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ആഫ്റ്റർ ദ ഫസ്റ്റ് ഇംപ്രഷൻ ഓൾ ദ കമൻറ്റ്സ് ആൻഡ് ബിഹേവിയർ ഓഫ് ദ പേഴ്സൺ ആർ ഇൻ്റർപ്രിറ്റഡ് ഇൻ അഗ്രിമെൻറ്റ് വിത്ത് ദ ഇംപ്രഷൻ. സോ ദോസ് ഹൂ മേക്ക് എ ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ, ആരൊക്കെയാണ് ഫസ്റ്റിൽ ഗുഡ് ഇംപ്രഷൻ മേക്ക് ചെയ്യുന്നത്, ക്ലോത്തിങ്ങിൽ അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിൽ അല്ലെങ്കിൽ സം അതർ കാറ്റസിക്സ്, മറ്റുള്ള കാറ്റസിക്സിൽ സെയിം ടു ഹാവ് എ ഹാലോ ഫോർ എവറിത്തിങ് ദേ ഡു ഇൻ എ പോസിറ്റീവ് ലൈറ്റ്. സോ അതെല്ലാം അവർക്ക് എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് ലൈറ്റ് കൊടുക്കുമെന്നുള്ളതാണ്. ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫേവറബിൾ ആയിരിക്കാം അല്ലെങ്കിൽ അൺഫേവറബിൾ ഇംപ്രഷൻസ് ആണ്. ഫസ്റ്റിൽ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇംപ്രഷനാണ്. സോ ഇതെന്ത് ചെയ്യാം, ചിലപ്പോൾ അതിനകത്ത് ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ബാധിച്ചേക്കാം എന്നുള്ളതാണ്. അവരുടെ ഒരു ഇംപ്രഷൻ എന്ത് ചെയ്യും, ആ ഒരു കമൻസിലോ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ ഓഫ് പേഴ്സൺസിലോ എല്ലാം ഇൻ്റർപ്രിറ്റ് ചെയ്യും, അഗ്രിമെൻറ്റ് വിത്ത് ദ ഇംപ്രഷൻ. ഇതൊക്കെയാണ് ഇൻ്റർവ്യൂസിൽ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്.